ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഷിഗാസ് കഫേ. അപ്പോൾ ഇന്ന് നമ്മൾ കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചോക്ലേറ്റ് ഗനാഷിൻ്റെ റെസിപ്പി ആയിട്ട് കാണിക്കുന്നത്. അപ്പോൾ സാധാരണ ചോക്ലേറ്റ് ഗനാഷ് ചോക്ലേറ്റും ക്രീമൊക്കെ വെച്ചിട്ടല്ലേ സാധാരണ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ചോക്ലേറ്റോ ക്രീമോ കണ്ടൻസ് മിൽക്കൊന്നും ഉപയോഗിക്കുന്നില്ല. അതൊന്നും ഇല്ലാതെ നമ്മൾ വീട്ടിലുള്ള കുറച്ച് ചേരുവകൾ വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ചോക്ലേറ്റ് ഗനാഷ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു കൊക്കോ പൗഡർ ഞാൻ എടുത്തിട്ടുള്ളത് ഹെർഷീസിൻ്റെ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കോൺഫ്ലവർ ആണ്. ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് പാലാണ്. അപ്പോൾ പാല് ഞാൻ 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ 250 ml കപ്പിന് 1 കപ്പ് പാലാട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഈ കോൺഫ്ലവറും കൊക്കോ പൗഡറും പാലും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കോൺഫ്ലവറും കൊക്കോ പൗഡറൊക്കെ പാലിൽ നന്നായിട്ട് മിക്സ് ആയി കിട്ടണം, കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇപ്പോൾ ഞാനിതാ കോൺഫ്ലവറും കൊക്കോ പൗഡറൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പും കൂടെ പാൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാൻ മൊത്തത്തിൽ 1/4 കപ്പ് പാലാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് ശേഷം ഞാനിതൊന്ന് അരിച്ചെടുക്കുകയാണ്. ഇനി കോൺഫ്ലവറോ കൊക്കോ പൗഡറോ ഒന്നും അലിയാതെ കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു പാനിലേക്ക് തന്നെ നമുക്കിതൊന്ന് അരിച്ചൊഴിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് പഞ്ചസാര കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് പഞ്ചസാര അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. പിന്നെ ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ക്യാമറ ഓഫ് ആയതാണ് കേട്ടോ. അപ്പോൾ കോഫി പൗഡർ ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് ഈ ഒരു ചോക്ലേറ്റ് ഗനാഷിന് നല്ല കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ മാത്രം കോഫി പൗഡർ ചേർത്ത് കൊടുത്താൽ മതി. ഇനി കോഫി പൗഡർ ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ ഒരു കോഫി പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ബട്ടറാണ്. അപ്പോൾ ഞാനിപ്പോൾ ബട്ടർ എടുത്തിട്ടുള്ളത് ഒരു 2 ടീസ്പൂൺ ബട്ടറാട്ടോ എടുത്തിട്ടുള്ളത്. അൺസാൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബട്ടറും കൂടെ നമുക്ക് ഈ ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിന് സ്റ്റൗവിലേക്ക് മാറ്റട്ടോ. അപ്പോൾ ഒരു കോഫി പൗഡർ മിക്സ് ആയിട്ടില്ലെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. അത് നമ്മൾ ഈ ഒരു പാലൊക്കെ ചൂടായി വരുന്ന സമയത്ത് കോഫി പൗഡറും ബട്ടറൊക്കെ നന്നായിട്ട് മിക്സ് ആയി കിട്ടും. പിന്നെ നമ്മൾ ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണ്ട കുക്ക് ചെയ്തെടുക്കാൻ. പിന്നെ നമ്മളിത് ഇളക്കിക്കൊണ്ട് വെക്കും വേണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട പിടിക്കും. ഒരു കോൺഫ്ലവറും കൊക്കോ പൗഡറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മളിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യരുത്. അപ്പോൾ ഇത് പെട്ടെന്ന് തിക്കായി കിട്ടും. പക്ഷേ ആ കോൺഫ്ലവറിൻ്റെയും കൊക്കോ പൗഡറിൻ്റെ ഒക്കെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മളൊരു 3-4 മിനിറ്റ് കുക്ക് ചെയ്യുമ്പോഴേക്കും നമുക്കിത് തിക്കായി കിട്ടും. ഇപ്പോൾ ഈ ഒരു ക്രീം ചെറുതായിട്ട് തിക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് 1 മിനിറ്റും കൂടെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോഴേക്കും നമ്മളെ ചോക്ലേറ്റ് ഗനാഷ് തയ്യാറായി കിട്ടും. അപ്പോൾ ഞാനത് 1 മിനിറ്റും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് ഗനാഷ് ഇപ്പോൾ പാകത്തിന് തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്യാണ്. കാരണം ഇത് തണുക്കുമ്പോൾ ഒന്നും കൂടി തിക്കായിട്ട് വരും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുത്താലും കേട്ടോ നമുക്ക് കേക്കിൻ്റെ മുകളിൽ ഒഴിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഞാനിനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു ചോക്ലേറ്റ് ഗനാഷിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വാനില എസൻസ് നിങ്ങൾ എന്തായാലും ചേർത്ത് കൊടുക്കണം. വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പമല്ലേ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയെടുക്കാൻ. നമ്മളെ കയ്യിൽ ചോക്ലേറ്റോ ക്രീമോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും നമുക്ക് അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കൊക്കോ പൗഡർ ഉണ്ടെങ്കിൽ ചോക്ലേറ്റ് ഗനാഷ് വീട്ടിൽ തയ്യാറാക്കി എടുക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ ഒരു ചോക്ലേറ്റൊക്കെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ള അതേ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ ഇത് തണുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ കൊക്കോ പൗഡർ വെച്ചിട്ട് ഇതുവരെ ചോക്ലേറ്റ് ഗനാഷ് ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടമാവും. നമ്മൾ പെട്ടെന്ന് ഒരു കേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മളെ കയ്യിൽ വിപ്പിംഗ് ക്രീം ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ട് തന്നെ ഗാർണിഷ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഒരു ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കി നോക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. പിന്നെ നമുക്ക് ഈ ചോക്ലേറ്റ് ഗനാഷ് ഒരു 4 ദിവസം വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. കേടായി പോകുന്നില്ല. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ 4 ദിവസം വരെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അതിൽ കൂടുതൽ ദിവസം ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്